എല്ലാവർക്കും സ്വാഗതം. മുൻ വീഡിയോയുടെ തുടർഭാഗം, അതായത് വിവാഹഭാവത്തിൻ്റെ തുടർഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ത്രീയുടെ ജാതകം വെച്ചിട്ട് ഭർത്താവിനെ അംഗീകരിക്കില്ല എന്നുള്ള ഭാവത്തെ അനലൈസ് ചെയ്തു. ഇനി നമ്മൾ അവരെ കുടുംബത്തെ, അച്ഛനമ്മമാരെ, സഹോദരന്മാരായിട്ട് എങ്ങനെ ഈ കുട്ടി പോകും എന്നറിയാൻ എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഇന്ന് നമ്മളോട് അച്ഛനമ്മമാരെ നമ്മളോട് സാധാരണ വരുമ്പോൾ ചോദിക്കുന്നതാണ്, ഈ കുട്ടി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ വീടിന് ഉയർച്ച ഉണ്ടാകുമോ? ബന്ധുക്കളോടെല്ലാം ഇത് എങ്ങനെയാണ് പെരുമാറുന്നത്? എനിക്ക് പ്രത്യേകം, ഇപ്പം ഞാനും ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്, ഒരു കുടുംബിനിയാണ്. ആൺകുട്ടികളിലെല്ലാം അമ്മയും കൂടി ആയിട്ടുള്ളതാണ്. എല്ലാ അമ്മമാർക്കും ഉള്ളതായിരിക്കുന്ന ഒരു സംശയമാണ് പൊതുവെ ഒരു കാര്യം. കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഇപ്പോഴത്തെ തലമുറയിലുള്ളതായിരിക്കുന്ന ആൺകുട്ടികളുടെ അമ്മമാർക്ക് ഒരു ഭയമുണ്ട്. കാരണം പഴയ കാലം പോലെയല്ല. പഴയ കാലത്ത് നമ്മൾ ഇപ്പോൾ 5-6 മക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അച്ഛനമ്മമാരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം നടത്തുന്നത്. വീട്ടിൽ വന്നാൽ അമ്മ തന്നെയായിരിക്കും എല്ലാ കൈകാര്യങ്ങളും. അങ്ങനെയൊക്കെയുള്ള കാലം. ഇന്ന് കാലം മാറി, ഇന്ന് അണുകുടുംബമാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ കുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ അച്ഛനമ്മമാരെയൊക്കെ ഇവർ സ്നേഹിക്കുമോ എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ആശങ്കകളുണ്ട്. അപ്പോൾ എനിക്കിന്ന് വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നതായിരിക്കുന്ന പെൺകുട്ടികളോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ജാതകം എന്തെന്ന് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കിയിരിക്കണമെന്ന്. അതായത് നമ്മളിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയുടെ ജാതകത്തിൽ എന്തൊക്കെയാണ് അവർക്കുണ്ടാകുന്നതായിരിക്കുന്ന യോഗങ്ങൾ, അത് അവർ തന്നെ മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടാണ് അതെന്ന് മനസ്സിലാകാതിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഇന്ന് വളരെ കറക്റ്റായിട്ട് ജ്യോതിശാസ്ത്രം നമ്മൾ ചിന്തിച്ച് അവർക്ക് കാര്യങ്ങളെല്ലാം സത്യസ്ഥിതി പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥ അവർക്കിന്ന് കുറവാണ്. എപ്പോഴും അവരെ പേടിപ്പെടുത്തുന്നതായിരിക്കുന്ന പല പല കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ 7ാമത്തെ ഭാവം വരെ മാത്രമേ, അതായത് ഒരു പെൺകുട്ടിയുടെ 6 ഭാവങ്ങൾ മാത്രമാണ് നമ്മുടെ അച്ഛൻ, അമ്മ, അല്ലെ നമ്മുടെ സ്വന്തം ബന്ധുക്കളോടുകൂടി നമ്മൾ കഴിയുന്നത്. 7 ഭാവം മുതൽ 7ാം ഭാവം മുതൽ നമ്മൾ പിന്നീടുള്ള നമ്മുടെ ചിന്ത മുഴുവനും നമ്മൾ നടത്തുന്നത് ഭർത്തൃ കുടുംബത്തിലേക്കാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് വളരെ കുറച്ച് കാലം മാത്രമാണ് നമ്മൾ പെൺകുട്ടിയുടെ സ്വന്തം കുടുംബത്തിൽ നമുക്ക് ജീവിക്കാനുള്ളതായിരിക്കുന്ന ഒരു നമ്മുടെ സംസ്കാരമാണല്ലോ അത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും കുറച്ച് നാളുകളെ ഉള്ളു, പെണ്ണെന്ന് പറഞ്ഞാൽ അന്യന്റെ കുടുംബത്തിലുള്ളതാണ്. ആ ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്. കാരണം ഈ ലോകത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ബന്ധുവാണ് നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്, എന്നിട്ടാണോ വർഷത്തിൽ എത്രയോ ഡിവോഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അതൊരു പരിധിവരെ ഇന്നത്തെ സാമൂഹികമായിരിക്കുന്ന പശ്ചാത്തലവും പല ഘടകങ്ങളും അതിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നതായിരിക്കുന്ന ഒരു കാര്യങ്ങൾ, 7ാം ഭാവം മുതൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങുമ്പോൾ അവിടെ 7ന്റെ 4ാം ഭാവം, 7ന്റെ 4ാം ഭാവം കൊണ്ടാണ് നമ്മൾ ഭർത്താവിൻ്റെ അമ്മയെ ചിന്തിക്കേണ്ടുന്നത്. ആ അമ്മ ഇപ്പോൾ എൻ്റെ സ്വന്തം ജാതകവുമായിട്ട്, അതായത് നമ്മുടെ ജാതകവുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന കണക്ഷൻ പൂർവ്വജന്മത്തിലുണ്ടോ? അതുപോലെ തന്നെ 9 കൊണ്ടാണ് നമുക്ക് വരുന്ന ഭർത്താവിൻ്റെ അച്ഛനെ നമ്മൾ ചിന്തിക്കുന്നത്. ആ അച്ഛൻ്റെ ഭാവവുമായിട്ട് ഇവിടെ ബന്ധമുണ്ടോ? 3 കൊണ്ട് നമ്മൾ സഹോദരങ്ങളെ ചിന്തിക്കുന്നത്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇതുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോ? കൂടാതെ നമ്മൾ ഭർത്താവിൻ്റെ നാട്ടുകാർ നമ്മുടെ ബന്ധുക്കളാണ്, നമ്മളെ സ്നേഹിക്കാനുള്ളവരാണ്. ജന്മനാട് മാത്രമല്ല, നമുക്കൊരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് 2 നാടുകളുണ്ട്. സ്വന്തം നാടുമുണ്ട്, ഭർത്താവിൻ്റെ നാടും. ഇതും നമുക്ക് ചിന്തിക്കണം. ഇത് നമുക്ക് അനുകൂലമായാൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഇവരിൽ നിന്നെല്ലാം നമുക്ക്
ഇവരോട് കണക്ഷൻ അങ്ങോട്ടും ഉണ്ടാവുക, ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അപ്പം ഇങ്ങനെയൊന്നും കണക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലേ? പക്ഷേ നമ്മൾക്ക് കല്യാണം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇന്നത്തെ അച്ഛനമ്മമാരെല്ലാം കരുതുന്നത്. പക്ഷെ അപ്പോൾ ഒരു കാര്യമുള്ളത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ജാതകത്തെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇവരെല്ലാം ഇങ്ങനെ ആയിരിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ നമുക്ക് ജീവിച്ചു പോകുവാനായിട്ട് നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ കഴിയണം. ഇനി പുരുഷന്മാരോടും എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പ്രാപ്തനാവുക എന്ന് പറഞ്ഞാൽ ആജീവനാന്തം ആ സ്ത്രീയെ നമ്മൾക്ക് പോറ്റാൻ ബാധ്യസ്ഥതയുണ്ട്. അതായത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, പുരുഷന്റെ ജാതകം കല്യാണം ചിന്തിക്കുന്നതായ സമയത്ത് ഞാൻ വരുന്നവരോട് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഒരു ജ്യോത്സ്യർക്ക് ഒരിക്കലും തൻ്റെ മുന്നിൽ വരുന്ന കസ്റ്റമറുടെ സാമ്പത്തിക സ്ഥിതി ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ സാമ്പത്തിക സ്ഥിതിയിൽ കുറവുണ്ടെങ്കിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അച്ഛനമ്മമാരോട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുരുഷന്മാരുടെ മാതാപിതാക്കളും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം, തൻ്റെ മകൻ വിവാഹം കഴിക്കാൻ വിവാഹ കമ്പോളത്തിലേക്ക് അവൻ ഇറങ്ങുമ്പോൾ അവന് സാമ്പത്തികമായിരിക്കുന്ന ഭദ്രതയുണ്ടായിരിക്കണം. അവൻ അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരിക്കണം. ജോലി എന്ത് ജോലിയാണെങ്കിലും, മാന്യമായിട്ട് ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും ജോലി ഉണ്ടായിരിക്കണം. തനിക്ക് വരാൻ പോകുന്നതായ തൻ്റെ ഭാര്യ, ഇനി അവൾക്ക് ജനിക്കാൻ പോകുന്നതായ കുട്ടികൾ, ഇവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുവാനുള്ളതായിരിക്കുന്ന പ്രാപ്തിയും ഉണ്ടായിരിക്കണം. പിന്നെ അത് കൂടാതെ തന്നെ തൻ്റെ ഭാര്യയും ഭർത്താവും പരസ്പരം അവർക്ക് വിശ്വാസവും ഉണ്ടായിരിക്കണം. കാരണം ഒരു താലിയുടെ ബന്ധമാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. അപ്പൊ പുരുഷനും മറ്റ് പല കാര്യങ്ങളിലും ചിലപ്പോൾ കല്യാണത്തിന് മുന്നേ പല ബന്ധങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ അത് വിവാഹത്തിന് ശേഷം തൻ്റെ ഭാര്യയ്ക്ക് അത് അരോചകമായി തോന്നാം. അപ്പം അതുകൊണ്ട് ആൺകുട്ടികളും ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ആയിരിക്കണം ഇപ്പുറത്ത് പെൺകുട്ടികളും. കാരണം പരസ്പരമുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസമാണ്. കൂടാതെ തന്നെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ രണ്ടുപേര് തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇത് തന്നെയാണ് വിവാഹവും. നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്നാണ് പറയുന്നത്. അപ്പം 7ാം ഭാവം കൊണ്ട് നമ്മളൊരു ജോലിയാണ്, അതായത് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ പ്രപഞ്ചം തന്നെ നിലനിൽക്കുവാനുള്ളതായിരിക്കുന്ന ഒരു ഉപാധിയാണ് നമ്മുടെ വിവാഹം. അത്രയ്ക്ക് മഹത്വമുണ്ട്, നന്മയുള്ളതാണ്. അതിന് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാ ശ്രേയസ്സും നമ്മൾ കൊടുക്കേണ്ടുന്നതും ആണ്. ഇനി നമുക്ക് വിവാഹം കഴിഞ്ഞവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ടായിരിക്കാം. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും നിർദ്ദേശം? അവർക്ക് കൊടുക്കാനുള്ള നിർദ്ദേശം എന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞു പോയവരിപ്പോ ഈ വീഡിയോ കേട്ടിട്ട് അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പൊ അവരൊരു കാര്യം മനസ്സിലാക്കണം, അവർ സ്വന്തം ജാതകത്തിൽ എന്താണ് എനിക്കിപ്പോൾ ഭർത്താവ് ചിലപ്പോൾ ഞാൻ പറയുന്നതൊന്നും അംഗീകരിക്കില്ല, തിരിച്ചും ഉണ്ടാവില്ല. പക്ഷെ ആ ജാതകം ഇപ്പം എൻ്റെ മുന്നിൽ വരുന്നവർ പറയാറുണ്ട്, ഞാൻ പറയുന്നതൊന്നും ഈ പെണ്ണനുസരിക്കാറില്ലെന്ന്. അപ്പോൾ രണ്ടുപേരുടെയും ജാതകങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവരവരുടെ ജാതകം അവരവർ അറിഞ്ഞിരിക്കണം. ശരിക്കും സ്വന്തം ജാതകത്തിൻ്റെ നല്ല ഫലങ്ങളും മോശമായ ഫലങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെ നമ്മളുടെ ഏറ്റവും വലിയൊരു കടമയാണ്. ഇപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ പോവുകയാണെങ്കിൽ എനിക്ക് മോശമായിരിക്കും എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ പോകാതിരിക്കുക. അതായത് എപ്പോഴും ജാതകം എന്ന് പറയുന്നത് ഒരു നല്ല ഡയറക്ഷനാണ്. നമ്മൾ പറയില്ലേ, ഇപ്പം നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നു, അവനറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ടീച്ചറാണ് നമുക്ക് തരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ജാതകം. അതുപോലെ തന്നെ ഇപ്പം ജ്യോത്സ്യരി നല്ല ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ദോഷങ്ങളെ ഒഴിവാക്കാവുന്നതാണ്.